മലപ്പുറം പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ ആ പാർട്ടിക്ക് വേണ്ടി ചിലർ തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പിന്തുണ. മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളിയെ അറിയുന്നവർക്ക് സത്യാവസ്ഥ അറിയാം. അദ്ദേഹം ഒരു മതത്തിനും എതിരല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല. നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു. അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിൽ വെക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്ത സംഘടനയാണ് SNDP എന്നും അതിനെ 30 വർഷം നയിച്ചത് അപൂർവതയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി ആദരിച്ചു. എന്നും സാധാരണക്കാർക്കൊപ്പമാണെന്നും ഭീഷണികൾക്കും കള്ളക്കേസുകൾക്കും മുന്നിൽ തോറ്റുകൊടുക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ അഷ്ടബന്ധം ഇട്ട് ഉറപ്പിച്ച പ്രസ്ഥാനമാണിത്. ആര് വിചാരത്തിലും അതിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഭീഷണികൾക്കും കേസുകൾക്കും മുന്നിൽ തോറ്റുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരെയും ഒത്തുചേർത്ത് മുന്നോട്ട് പോകാനാണ് എന്നും ശ്രമിച്ചിട്ടുള്ളത്. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ VN വാസവൻ, P. രാജീവ്, സജി ചെറിയാൻ, രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, ആലപ്പുഴ.